ചേട്ടാ ഈ ഏറ്റവും കൂടുതൽ ചേട്ടന് നേരിടേണ്ടി വന്ന വിമർശനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലെന്ന് പറയുന്നത് ഈ മക്കളുടെ പേരിട്ടതിനെ കുറിച്ചാണല്ലോ. ഒരുപാട് പേര് ചോദിച്ചെന്ന് എനിക്കറിയാം. ഇതെല്ലാം ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് ചേട്ടന് സത്യമായിട്ട് അറിയില്ലായിരുന്നു. ഓം പരമാത്മാന്നും ആത്മജാന്നും പേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെയുള്ള മലയാളികളാണ് 4 തെറി പറയാൻ എന്താ ഒരു കാരണം എന്ന് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. കിട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ചാടി വീഴുമെന്ന് ചേട്ടന് സത്യമായിട്ട് അറിയില്ലായിരുന്നു. ആത്മജയുടെ കേറില് നമുക്ക് അങ്ങനെ വലിയ ഇത് തോന്നിയിട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമാവും അങ്ങനൊന്നും വിചാരിച്ചില്ല. പക്ഷെ അത് ഭയങ്കര ഇതായി. ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച ഒരു ദിവസത്തെ കാര്യത്തിൽ അങ്ങ് പോവാന്നാ വിചാരിച്ചത്. പക്ഷെ ഓം പരമാത്മ ഇട്ടപ്പോ എനിക്ക് അറിയായിരുന്നു കുറച്ച് പ്രശ്നമാകും എന്നൊക്കെ നമുക്ക് അറിയാം. കാരണം എന്തായാലും ആത്മജയ്ക്ക് ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് എന്തായാലും ഓം പരമാത്മയ്ക്ക് പ്രശ്നമാവും. ആത്മജയൊക്കെ ദേവിക ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഓം പരമാത്മ വന്നപ്പോ ദേവികയും അയ്യോ എന്ന് വെച്ച്. അപ്പം പിന്നെ നമുക്ക് ഊഹിക്കാമല്ലോ. ആണോ? അത് ശരി. കാരണം പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ മാഷ് പറഞ്ഞു അടുത്ത് നമുക്കൊരു കുട്ടി ആവുകയാണെങ്കിൽ ഈ പേരിട്ടോ. ഞാൻ പറഞ്ഞു ഈ പേരിട്ടോ എനിക്കത് ഡൈജസ്റ്റ് ആവും. അപ്പൊ ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, ഞാൻ ഈ അടുത്ത കാലത്തൊന്നും പ്രഗ്നന്റ് ആവല്ലേ ഭഗവാനെ, നെക്സ്റ്റ് വന്ന് പ്രഗ്നന്റ് ആവുകയും ചെയ്തു. എനിക്ക് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓക്കെ.